ദക്ഷയാഗം. യാഗത്തിൻ്റെ അധികാരിയാകേണ്ട പുരുഷനും പ്രകൃതിയും ആണ് ശിവനും സതി. അവർക്ക് ക്ഷണമില്ലാത്തൊരു യാഗം. മഹാദേവന് അപമാനിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ യാഗം നടത്തുകയാണ്. ആരാണ്? പ്രജാപതി. മറ്റുള്ള എല്ലാ മൂർത്തികളും സന്നിഹിതരാണ്. പക്ഷേ പ്രകൃതിയും പുരുഷനും മാത്രമില്ല. അപ്പോൾ അപമാനിതയായിട്ടുള്ള സതി അവിടെ വെച്ച് ദേഹത്യാഗം ചെയ്യുന്നു. പ്രകൃതി വേർപെട്ടു പോയ പുരുഷൻ ക്രോധത്തിൽ അവിടെ താണ്ഡവാടുന്നു. അദ്ദേഹത്തിൻ്റെ മുടിയിൽ നിന്ന് രണ്ട് മൂർത്തികൾ ജനിക്കുന്നു, വീരഭദ്രനും ഭദ്രകാളി. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ദക്ഷയാഗം മുടക്കി ദക്ഷന്റെ ശിരച്ഛേദം ചെയ്യണം. വീരഭദ്രനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാം. വീരഭദ്രരുദ്രൻ അങ്ങനെയാണ് ശരിക്കും. വീരഭദ്രൻ്റേതായിട്ടുള്ള ഒരു താപം ഉണ്ടായാൽ എല്ലൊടിയും. ഒട്ടും ദയയില്ലാത്ത മൂർത്തിയാണ് അപ്പോൾ ആ സമയത്ത് ഭദ്രകാളി സാക്ഷാൽ അറിയാലോ, വാത്സല്യത്തിന്റെ കരുണാനിധിയായിട്ടുള്ള മൂർത്തിയാണ്. എവിടെയെല്ലാം പ്രകൃതി വിരുദ്ധമായ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ഈ പ്രകൃതിക്ക് ശോഷണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീരഭദ്രനും ഭദ്രകാളി അവതരിക്കും. അവിടെ സന്നിഹിതരായിട്ടുള്ള ബാക്കി ബ്രഹ്മൻ ഉൾപ്പെടെയുള്ള എല്ലാ മൂർത്തികളും ഉണ്ട്, അവിടെ ഋഷീശ്വരന്മാരും ഉണ്ട്. പക്ഷെ ഈ വീരഭദ്രന്റെയും ഭദ്രകാളിയുടെ ആഗമനത്തിൽ ഇവർ നാലുപാടും ചെതറി ഓടുകയാണ്. അവർ ദക്ഷന്റെ ശിരസ് വെട്ടുന്നതോട് കൂടിയിട്ടാണ് ആ മൂർത്തിയുടെ ഉദ്ദേശം തീരുന്നത്. അങ്ങയുടെ ഇതുവരെയുള്ള താന്ത്രിക സഭയിൽ വീരഭദ്രൻ്റെ ആരാധനയും അല്ലെങ്കിൽ വീരഭദ്ര ഉപാസനയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു അനുഭവം പറയാം? അപ്പം എനിക്ക് മന്ത്രോപദേശം തന്ന ആൾ, അദ്ദേഹത്തിന് മന്ത്രസിദ്ധികളാണ്, വീരഭദ്രൻ്റെ സിദ്ധികളാണ്. അദ്ദേഹം പറഞ്ഞാൽ ചില വെള്ളത്തിലിറങ്ങി ജപിച്ച കാലത്ത് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ധാരാളം സർപ്പങ്ങൾ വന്ന് ചുറ്റിയത്. നമസ്തേ രാജേഷ് ജി. വീരഭദ്രൻ എന്ന് പറയുന്നൊരു മൂർത്തിയുണ്ട്. അധികം ആളുകൾക്ക് വലിയ പരിചയമില്ലാത്ത ഒരു മൂർത്തിയാണ്. വീരഭദ്രനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ? വീരഭദ്രരുദ്രൻ അങ്ങനെയാണ് ശരിക്കും. മുഴുവൻ പേരെങ്ങനെയാണ്? വീരഭദ്രരുദ്രോ ദേവത എന്നാണ്. സതിയുടെ ദേഹത്യാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വീരഭദ്രൻ്റെ അവതാരം. ദക്ഷയാഗം. യാഗത്തിൻ്റെ അധികാരിയാകേണ്ട പുരുഷനും പ്രകൃതിയും ആണ് ശിവനും സതി. അവർക്ക് ക്ഷണമില്ലാത്തൊരു യാഗം. യാഗത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ്? യജ്ഞവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? യജ്ഞം എന്ന് പറഞ്ഞാൽ പ്രകൃതി ലോകത്തിനായിക്കൊണ്ട് ചെയ്യുന്നത് യജ്ഞം. അവനവന് വേണ്ടി ചെയ്താൽ യജ്ഞം. അപ്പം ബോധപൂർവം മഹാദേവന് അപമാനിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ യാഗം നടത്തുകയാണ്. ആരാണ്? പ്രജാപതി. പ്രജാപതി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾ, ഒരേ ഒരാൾ, അയാളാണ് പ്രജാപതി. പ്രജകളെ പാലിക്കേണ്ട ആൾ. അങ്ങനെ ഈ ദക്ഷപ്രജാപതി ഈ യാഗം നടത്തുകയാണ്. അവിടെ യജ്ഞപുരുഷനായിട്ട് അല്ലെങ്കിൽ യജ്ഞത്തിൻ്റെ അധികാരി, യജ്ഞത്തിൻ്റെ ഭാഗം കിട്ടേണ്ട, യജ്ഞത്തിൻ്റെ പൂർണ്ണ ഫലം കൊടുക്കേണ്ടതും സ്വീകരിക്കേണ്ടതുമായിട്ടുള്ള ആൾ ഭഗവാനാണ്, മഹാദേവനാണ്. സതിയാണ് അവിടെ വരേണ്ടത്. അതായത് പുരുഷനും പ്രകൃതിയുമാണ് അവിടെ ഉണ്ടാവേണ്ടത്. അപ്പോൾ അവിടെ ഒരു പ്രകൃതി വിരുദ്ധ യാഗം നടക്കുക. ശരി, കൺസെപ്റ്റ് എങ്ങനെയാണ് പോകുന്നത്? ശരിക്കും പ്രകൃതിക്ക് വിരുദ്ധമായൊരു യാഗം. മറ്റുള്ള എല്ലാ മൂർത്തികളും സന്നിഹിതരാണ്. പക്ഷേ പ്രകൃതിയും പുരുഷനും മാത്രമില്ല. വണ്ടി പോലെ അങ്ങനെ ഒരു യാഗം പോസിബിൾ ആണോ എന്ന് തന്നെ സംശയമാണ്. പക്ഷേ സങ്കല്പത്തിൽ അങ്ങനെ ഒരു യാഗം ഇല്ല, പ്രമാണത്തിലും ഇല്ല. പക്ഷെ അങ്ങനെ ഒരു യാഗം നടക്കുകയാണ്. ആ യാഗത്തിൽ ക്ഷണിക്കപ്പെടാതെ സതി ചെല്ലുകയാണ്. അപ്പോൾ അപമാനിതയായിട്ടുള്ള സതി അവിടെ വെച്ച് ദേഹത്യാഗം ചെയ്യുന്നു. പ്രകൃതി വേർപെട്ടു പോയ പുരുഷൻ പിന്നീട് ക്രോധത്തിൽ അവിടെ താണ്ഡവാടുന്നു. അദ്ദേഹത്തിൻ്റെ മുടിയിൽ നിന്ന് രണ്ട് മൂർത്തികൾ ജനിക്കുന്നു, വീരഭദ്രനും ഭദ്രകാളി. ഈ ജട പറിച്ച് നിലത്തടിക്കുമ്പോൾ രണ്ട് മൂർത്തികൾ ഉണ്ടാവുകയാണ്. അത് വീരഭദ്രനും ഭദ്രകാളിയാണ്. അപ്പോൾ വീരഭദ്രൻ്റെ സഹോദരി ഭാവമാണ് ഭദ്രകാളി. എങ്ങനെയാണ് ഈ, അതായത് പ്രകൃതി വേർപെട്ടു പോയി, പുരുഷനിൽ നിന്ന് നഷ്ടപ്പെട്ടു, സതി പോയി. അപ്പം അൺകൺട്രോൾഡ് ആയിട്ടുള്ള ക്രോധം, ഈ ക്രോധത്തെ നിയന്ത്രിച്ച് നിർത്തിയിരുന്ന ആരായിരുന്നു? സതിയായിരുന്നു. ആ പുരുഷന്റെ അണപൊട്ടിയ ക്രോധമാണ് ക്രോധത്തിൽ നിന്നും വീണ്ടും ജനിച്ചത്. ക്രോധത്തിൽ നിന്നുണ്ടായ ക്രോധത്തിൽ നിന്ന് സംഭൂതരായ ഒരു പുരുഷനും ഒരു പ്രകൃതി വീണ്ടും. പക്ഷെ അത് ക്രോധമൂർത്തിയായിട്ട് മാറി. ഒന്ന് പൂർണ്ണ പുരുഷനായിട്ടുള്ള മൂർത്തി, ഒന്ന് പൂർണ്ണമായിട്ട് സ്ത്രീയായിട്ടുള്ള മൂർത്തി.
വേറൊരു കണികകളും അതിന് അംശം ഒന്നും മിക്സ് അല്ല. ഉം. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ദക്ഷയാഗം മുടക്കി ദക്ഷൻ്റെ ശിരച്ഛേദം ചെയ്യണം. ഓ അല്ല, ഒരു കാര്യം അവിടെ ചോദിക്കട്ടെ. പൂർണ്ണ പുരുഷനും പൂർണ്ണ സ്ത്രീയും വീരഭദ്രനും ഭദ്രകാളിയുമാണ്. പുരുഷനും പ്രകൃതിയും കൂടി ചേരുമ്പോൾ, അതായത് ശിവനും സതിയും അല്ലെങ്കിൽ ശിവനും പാർവതിയും, അപ്പോൾ ഒരു മയം ഉണ്ടാകുന്നുണ്ട്. പൂർണ്ണ പുരുഷനും പൂർണ്ണ സ്ത്രീയുമായി മാറുമ്പോൾ മയം കരുണാരഹിത മൂർത്തിയായിട്ടാണ് ശരിക്കും അവതരിക്കുന്ന അവിടെ. ദയാരാഹിത്യമാണ്. ആണ്. കാരണം ഈ ദേവന്മാർ ഓടിക്കളയല്ലേ. അവിടെ സന്നിഹിതരായിട്ടുള്ള ബാക്കി ബ്രഹ്മൻ ഉൾപ്പെടെയുള്ള എല്ലാ മൂർത്തികളും ഉണ്ട് അവിടെ, ഋഷീശ്വരന്മാരും ഉണ്ട്. പക്ഷെ ഈ വീരഭദ്രന്റെയും ഭദ്രകാളിയുടെ ആഗമനത്തിൽ ഇവർ 4 പാടും ചെതറി ഓടുകയാണ്. അവര് വന്നിട്ട് ചോദ്യം പറച്ചിലും ചോദ്യം ചെയ്യലും 4 പേജ് ഡയലോഗ് ഒന്നുമില്ല. അവർ വന്ന് ആക്ഷൻ അങ്ങ് തുടങ്ങുകയാണ്. കണ്ട ഉടനെ അടി മിണ്ടി അടി എന്ന് പറയില്ലേ. അവർ ദക്ഷന്റെ ശിരസ് വെട്ടുന്നതോട് കൂടിയിട്ടാണ് ആ മൂർത്തിയുടെ ഉദ്ദേശം തീരുന്നത്. അപ്പം ആ ദക്ഷയാഗം മുടങ്ങുന്നു. ദക്ഷയാഗത്തിൽ ദക്ഷന്റെ ശിരസ് ഛേദിച്ച് ഹോമിക്കാണ്. ഹോമിക്കാണ്. പിന്നെ കാര്യങ്ങളൊക്കെ കഥ അറിയാലോ, രമ്യതയിൽ പരിഹരിക്കുകയാണ്. ദക്ഷന് വേറൊരു ശിരസ് വെച്ചു കൊടുത്തത്. അപ്പോൾ എന്താണ് അതിൻ്റെ ആ കഥയുടെ സാരാംശം എന്താണ്? എവിടെയെല്ലാം പ്രകൃതി വിരുദ്ധമായ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടോ അവിടെയെല്ലാം ഈ പ്രകൃതിക്ക് ശോഷണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീരഭദ്രനും ഭദ്രകാളി അവതരിക്കും. അപ്പോൾ അവർ പ്രകൃതി സംരക്ഷകരാണ്, ബ്രഹ്മാണ്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി അവതരിക്കുന്നവരാണ്, ചോദ്യം ചെയ്യാൻ വരുന്നവരാണ്, ശിക്ഷ കൊടുക്കാൻ വേണ്ടി വരുന്നവരാണ്. അപ്പം സംരക്ഷിക്കേണ്ട ആള് തന്നെ, പ്രജാപതിയായിട്ടുള്ള ആള് തന്നെ ആണ് പ്രകൃതി വിരുദ്ധം. പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ആളാണ് പ്രജാപതി. ആ പ്രജാപതി തന്നെ പ്രകൃതി വിരുദ്ധമായൊരു യാഗം നടത്തിയപ്പോഴാണ് ഈ 2 അവതാരം ഉണ്ടായത്. വേലി നിന്ന വിളവ് നിന്നപ്പോൾ. അപ്പൊ ഇപ്പോഴും അത് ആപ്ലിക്കബിളാ. എവിടെല്ലാം ഈ പ്രകൃതി വിരുദ്ധത ഉണ്ടാകുന്നോ, മനസ്സിലാണെങ്കിൽ മനസ്സിൽ, പ്രകൃതിയിലാണെങ്കിൽ പ്രകൃതിയിൽ, പുറത്തേക്കാണെങ്കിൽ പുറത്തേക്ക്, സമൂഹത്തിലാണെങ്കിൽ സമൂഹത്തിൽ, എവിടെ ഇതുണ്ടാകുന്നോ അവിടെയെല്ലാം ഈ കരുണാരഹിതമായിട്ടുള്ള 2 മൂർത്തികളുടെ അവതാരം ഉണ്ടാവും. അസാധ്യമായിട്ടുള്ള ശിക്ഷ അവിടെ ഉണ്ടാവും. ഒട്ടും ദയയില്ലാത്ത മൂർത്തിയാണ് അപ്പോൾ ആ സമയത്ത്. ഭദ്രകാളി സാക്ഷാൽ അറിയാലോ, വാത്സല്യത്തിന്റെ കരുണാനിധിയായിട്ടുള്ള മൂർത്തിയാണ്. പക്ഷെ ആ സമയത്ത് ദക്ഷനെ ജയിക്കാനായിട്ട് വരുന്ന സമയം എന്ന് പറയുന്നത് ഈ പരുവാണ്. ശരി. വീരഭദ്രനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? വീരഭദ്രനെ നമ്മൾ കേരളത്തിൽ പൊതുവെ, വടക്കൻ കേരളത്തിൽ വീരഭദ്രൻ എന്നുള്ള പേരൊന്നുമല്ല അവർ പറയുന്നത്. എന്താ പിന്നെ? വൈരജാതൻ. ഈ വൈരീഖാതൻ. ശരി ശരി. 2 പേര്. ഒന്ന് കോപത്തിൽ നിന്ന് ഉണ്ടായ ഉൽപ്പത്തിയായ ആള്, അതായത് വൈരജാതൻ. പിന്നെ വൈരീഖാതൻ, ശത്രുക്കളെ ഇല്ലാണ്ടാക്കുന്നവൻ, വൈരികളെ ഒടുക്കുന്നവൻ. 2 അർത്ഥത്തിൽ 2 പേര് ഉപയോഗിക്കും. വൈരജാതൻ തെയ്യമൊക്കെ ഉണ്ട്. അതാ ഒരുപാട് തെയ്യം, തിറ, തോറ്റമ്പാട്ടിലൊക്കെ ഈ വീരഭദ്രന് വേണ്ടിയിട്ടുള്ള ഇത് കണ്ടിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിലും ധാരാളം വീരഭദ്രൻ ആരാധന, ഒരുപാട് സ്ഥലങ്ങൾ, ഇന്ത്യ മുഴുവൻ പരക്കെ അംഗീകരിക്കപ്പെട്ട് ആരാധിക്കുന്ന മൂർത്തികളിലൊന്നാണ് വീരഭദ്രൻ. മന്ത്രമൊക്കെ ഗംഭീരമാണ്. ധ്യാനം എന്ന് ചൊല്ലാമോ? ഗോക്ഷീരാഭം ദധാനം പരശുടമരുകേർഘഡ്ഡഘേടം കപാലം ശൂലം ശബ്ഭീതിദാനേ ത്രിനയനലസിത വ്യാഘ്രചർമാംബരാട്യം വേതാളാരൂഢമുഖ്യം കപിശത രജത ബദ്ധശീതാംശുഖണ്ഡം ധ്യായേൽ ഭോഗീന്ദ്രഭൂഷം നിജഗണ സതതം സന്തതം വീരഭദ്രം. വേതാളത്തിൻ്റെ പുറത്ത് ആരൂഢനായിട്ടാണോ? ആണ്. അതിൽ വെള്ളി അമ്പിളിക്കല പോലെയുള്ളൊരു മഴുവൊക്കെ പിടിച്ച്, വെളുത്ത ആളാണ്, ഗോക്ഷീരാഭമാണ്. പാല് പോലെ, പശുവും പാല് പോലെ വെളുത്ത ആരൂഢനായിട്ട് വരികയാണ്. ഭോഗീന്ദ്രഭൂഷാണ്. സർപ്പങ്ങളില്ലേ, നമ്മൾ പ്രധാനപ്പെട്ട 9 സർപ്പങ്ങളെയാണ് ഭൂഷണമായിട്ട് ധരിച്ചിരിക്കുന്നത്. ശരി 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 ശരി. അപ്പോൾ ശിവൻ തന്നെയാണ്. ആണ്. രുദ്രകോപ മന്ത്രത്തിലുണ്ടല്ലോ, രുദ്രകോപ സംഭവായ. മന്ത്രം ജപിക്കാൻ പറ്റുമോ, ചൊല്ലാൻ പറ്റുമോ? മന്ത്രം ചൊല്ലാം. ഋഷിയും ഛന്ദസ്സും എല്ലാം മന്ത്രത്തിന് ആപ്ലിക്കബിൾ ആണ്. ഇനി മന്ത്രം ചൊല്ലുന്നത് കേട്ടിട്ട് ഇത് പഠിച്ചു വെക്കുന്നതിനൊന്നും അപകടമില്ല. പക്ഷേ ഇതൊരു മന്ത്രോപദേശമായിട്ടൊന്നും ആരും വിചാരിക്കില്ലെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഒരുപാട് മന്ത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള മന്ത്രം എന്ന് പറയുന്നത് ഹം വീരഭദ്രായ എന്നൊരു മന്ത്രം. ഹം വീരഭദ്രായ അതിക്രൂരായ രുദ്രകോപസംഭവായ സർവദുഷ്ടനിബർഹണായ ഭയവരതായ മാം രക്ഷരക്ഷദേഹും ഫട്ട് എന്നൊരു മന്ത്രം
ഉണ്ട്. ആ മന്ത്രമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഒരുപാട് ധ്യാനമുണ്ട്, ഒരുപാട് മന്ത്രങ്ങളും വ്യത്യാസമുണ്ട്. എല്ലാത്തിനും ഈ രുദ്രകോപ സംഭവം അല്ലെങ്കിൽ വീരഭദ്ര രുദ്രായ എന്ന് പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങളെല്ലാം എല്ലാത്തിനും ഉണ്ട്. മിക്കവാറും എല്ലാ മന്ത്രങ്ങളിലും തന്നെ ഉണ്ട്. ഇപ്പം ഗംഭീരമൂർത്തിയാണ് വീരഭദ്രനെ കൊണ്ട്. പിന്നെ വീരഭദ്രൻ്റേതായിട്ടുള്ള ഒരു താപം ഉണ്ടായാൽ എല്ലൊടിയും. അതായത് വീരഭദ്രൻ്റെ കോപം വീരഭദ്രൻ ബാധയായിട്ട് വന്നാൽ ആരെയാണോ ബാധിക്കുന്നത് ബാധയാവുമല്ലോ, ഭഗവാനല്ലേ, ബാധയാവുമല്ല ചെയ്യുക. അദ്ദേഹത്തിൻ്റെ താപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പം വീരഭദ്ര ഉപാസകനായ ഒരാൾ അകാരണമായി ഉപദ്രവിക്കുന്നു, മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ആയിക്കോട്ടെ, അദ്ദേഹം ഭഗവാന്റെ അടുത്ത് അത് പരാതിയായിട്ട് പറഞ്ഞാൽ അതിൽ നിന്നുള്ള ചോദ്യം ചെയ്യൽ എല്ലൊടിയും. ഈ ചാമുണ്ടി ചണ്ഡികയ്ക്ക് പ്രത്യേകത അറിയാലോ, ദേഹത്ത് ആയുധം കയറും ഇത്തരം വിഷയത്തിൽ. ഭദ്രകാളിയാണെങ്കിൽ ചോര തെറിക്കും, പക്ഷെ വീരഭദ്രൻ എല്ലൊടിക്കും. യോജിക്കാൻ പറ്റാത്ത രീതിയിൽ ഒടിച്ചു കോമ്പൗണ്ട് ഫ്രാക്ചർ പോലുള്ള സാധനം വരും. വണ്ടിയിൽ നിന്നൊക്കെ വീണിട്ട് തവിട് പൊടിയായിട്ട്. നമ്മൾ പണ്ട് കളിയാക്കി പറയുമായിരുന്നു, ഈ പന്നി തേറ്റയുണ്ടല്ലോ, പന്നി നമ്മളെ ആക്രമിച്ചാൽ, ഈ തേറ്റയുള്ള പന്നി ആക്രമിച്ചാൽ സാധാരണ ഡോക്ടർക്ക് സ്റ്റിച്ച് ഇടാൻ പറ്റില്ല, എംബ്രോയിഡറി പഠിക്കേണ്ടി വരും. ഇന്ത്യയുടെ ഭൂപടമൊക്കെ വരും തുടയിൽ, കുത്തി വലിച്ചു കീറും. സാധാരണ നേരെ സ്റ്റിച്ച് ഇടാന്ന് വിചാരിക്കണ്ട, ഇത് നേരെ ഒന്നും കീറണം നിർബന്ധമൊന്നുമില്ല. അതുപോലെ വീരഭദ്രൻ്റെ വിഷയത്തിൽ തുടയിൽ തന്നെ 6 പൊട്ടുക, കൈ 8 ഒടിക്കുക, അതൊക്കെ വരും. അതുപോലുള്ള ശരിക്കും തല്ലി ഒടിച്ചതുപോലെ തന്നെ വരും. അങ്ങനത്തെ എത്ര കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയും. കേരളത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും വീരഭദ്രനെ മൂർത്തിയായിട്ട് വെച്ചിട്ടുണ്ടല്ലേ? വീരഭദ്രൻ സപ്തമാതൃക്കളുടെ കൂട്ടത്തിൽ അവരുടെ ഗുരുവായിട്ടാണ്. അതായത് ഈ മാതൃക്കല്ലിൽ നമ്മൾ ഉത്സവബലി നടത്തുമ്പോഴോ ശ്രീഭൂതബലി നടത്തുമ്പോഴോ ഈ വീം വീരഭദ്രായ നമ ഗംഗണപതേ നമ തൂവിട്ടാണ് തുടങ്ങുന്നത്. ഇങ്ങനെ സി പോലെ ഇരിക്കുന്ന ആ കല്ലുകളിലെ ഇടത്തെ കല്ല് എന്ന് പറയുന്നത് വീരഭദ്രനും വലത്തെ കല്ല് ഗണപതിയാണ്. സാധാരണ എല്ലായിടത്തും ഗണപതിക്കല്ലേ തുടങ്ങണ്ടേ? ഇവിടെ വീരഭദ്രനാണ് ആദ്യം. വീം വീരഭദ്രായ ഗംഗണപതേ നമ എന്നാണ്. അപ്പോൾ വീം വീരഭദ്രായ എന്ന് വരുമ്പോൾ തന്നെ അവിടെ വിചാരിച്ചോണം, വീരഭദ്രൻ അവിടുത്തെ ഗുരുസങ്കല്പമാണ്. ആരുടെ ഗുരുസങ്കല്പം? ഈ മാതൃക്കളുടെ ഗുരുസങ്കല്പമാണ്. പണ്ട് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു തന്ന് ഇങ്ങനെയാണ്, ഈ പറഞ്ഞ പോലെ 7 പെണ്ണുങ്ങൾ കൂടി ഒരു യുദ്ധം നടത്താൻ പോവാം. അപ്പോൾ അവരെ അഭ്യാസം പഠിപ്പിച്ച ആശാൻ, അടവും തൊഴിലും പഠിപ്പിച്ച ആശാൻ, അതാണ് വീരഭദ്രൻ. ഈ യുദ്ധം നടത്താൻ പോകാന്ന് പറയുമ്പം, അതായത് ഈ ലളിതോപാഖ്യാനത്തിലെ അല്ലെ ദേവി മഹാത്മ്യത്തിലെ അത് തന്നെ. പിന്നെ അറിയാലോ, കുണ്ടലിനി പോകുന്ന വഴികളാണ് ഈ പറയുന്നതൊക്കെ. കുണ്ടലിനി ശക്തി ഓരോ സ്ഥലത്ത് വെച്ചിട്ട് ഓരോ ഘടനയിലേക്ക് മാറ്റം വരികയാണ്. അതാണ് ഈ 7 വഴികളെ കാണിച്ചിരിക്കുന്നത്. ഇത്രയും രുദ്രകോപ സംഭവനായിട്ടുള്ള വീരഭദ്രൻ, അദ്ദേഹം ഈ വാത്സല്യമൂർത്തിയും കൂടെയാണോ? നമ്മൾ ഈ ആ അവതാരത്തിന് ശേഷം എല്ലാ അവതാരങ്ങളുടെയും കർമ്മത്തിന് ശേഷം ശാന്തതയാണ്. അവരുടെ കൃത്യം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ശാന്തതയാണ്. ആ സമയത്ത് അനുഗ്രഹം ഉണ്ടാവും. നരസിംഹമൂർത്തി അങ്ങനെയല്ലേ? നരസിംഹമൂർത്തി അവതരിച്ചതിനാണ് ഹിരണ്യകശിപുവിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നരസിംഹമൂർത്തി പിന്നീട് പ്രഹ്ലാദിന് അഭയ നരസിംഹമായിട്ടും യോഗ നരസിംഹമായിട്ടും ഒക്കെ, അതെല്ലാം ഇതിന് ശേഷം, അവതാരത്തിന് ശേഷം എന്നുള്ള. ഇതുപോലെ തന്നെ അവതാരത്തിന് ശേഷം വാത്സല്യം. ആ സമയത്ത് ഉണ്ടാവുന്നത് ഒരു ദാക്ഷിണ്യം ദയവില്ലാത്ത ഒരു മൂർത്തി. അതുകൊണ്ടാണ് ഇതിറങ്ങി ഓടുന്നത്. ഇവർ ഈ ദേവന്മാർ മറ്റ് ഗണങ്ങളെല്ലാം താപസവൃന്ദമൊക്കെ ഇറങ്ങി ഓടിക്കളയുന്നത്. കാരണം വരുന്ന വരവ് കഴിയുമ്പം നമ്മളൊന്ന് ഭാവനയെ കണ്ടാൽ മതി. അവരിങ്ങോട്ടൊരു വേതാളത്തിൻ്റെ പുറത്ത് 2 പേര്, ഒരു പെണ്ണും ഒരു ആണും. ഈ ബോഡി എന്ന് പറയുമ്പോഴേ മറ്റൊരു കാര്യം എനിക്കിപ്പം ചോദിക്കാനുണ്ട്. അതായത് മഹാവിഷ്ണു അല്ലായിരുന്നു അവിടുത്തെ സെക്യൂരിറ്റി? അതുകൊണ്ട് കാര്യമില്ലല്ലോ. വരുന്ന അതിനൊക്കെ അതിൻ്റെ ഭഗവാൻ അറിയാമല്ലോ നടക്കുന്ന സാധനം എന്താണെന്ന്. ഭഗവാൻ ഈ ലീലയുടെ ഭാഗമല്ലേ. ഭഗവാൻ അറിയാം, അതിന് വിളിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അറിയാം ദക്ഷൻ്റെ തല പോകാനുള്ള പണിയായി ചെയ്യുന്നതെന്ന്. പക്ഷെ അതിന് പിന്നിലൊരു കാരണം ഉണ്ടാകും, കാര്യമുണ്ടെന്നും അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ആ സമയത്ത് നിന്ന് മാറി നിൽക്കും. നടനായിട്ട് നിന്നു കൊടുക്കും, അത്രേ ഉള്ളൂ. ഒരു ആക്ടറായിട്ട് അങ്ങ് നിൽക്കുകയാണ്. ഇതൊക്കെ സ്റ്റോറീസ് ആണല്ലോ, പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ കഥകളാണ്. നമ്മളതിൻ്റെ ആന്തരികമായ അർത്ഥത്തെ മാത്രമേ പരിഗണിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം കഥയിൽ ഞാൻ ഈ കഥയ്ക്കൊരു രസമുള്ളതുകൊണ്ട് ഇങ്ങനെ കഥയുടെ തത്വം, മൊറാൽ ഓഫ് ദ സ്റ്റോറി എന്താണ്? പ്രകൃതി വിരുദ്ധമായ എന്ത് കാര്യം നടന്നാലും അവിടെ വീരഭദ്ര അവതാരം ഒരു രൂപത്തിലല്ലേ വേറൊരു രൂപത്തിലുണ്ടായിരിക്കും. അത് ഇത് ചെയ്തവൻ്റെ കുലം മുടിക്കുകയും ചെയ്യും.
ഒരു തർക്കവും വീരഭദ്രനും ഭദ്രകാളിയും ആ സമയത്ത് അവതരിച്ചിരിക്കും. ആ അവതാരമൂർത്തികൾ അവരുടെ ധർമ്മം ചെയ്ത് തിരിച്ചു പോവുകയും ചെയ്യും. അത് ഇന്നും അന്നും എന്നും ഇതുണ്ടാവും. ലോകം പ്രകൃതിയുള്ള കാലം വരെ ഇതുണ്ടായിക്കൊണ്ടേയിരിക്കും. അത് പരിശോധിച്ചാൽ മതി. ഈ പരിശോധിച്ച കാലയളവിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി പിന്നീട് ചിന്തിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. വീരഭദ്രൻ ഒരു രുദ്രനാണ്. അപ്പോൾ ഭൈരവനായിട്ട് കണക്കാക്കാൻ പറ്റും? ഞാൻ പറഞ്ഞല്ലോ, വേദത്തിലെ രുദ്രൻ എന്നുള്ള പ്രയോഗം തന്ത്രത്തിൽ ഭൈരവൻ എന്നുള്ള പ്രയോഗം കൂടിയാണ്. നമ്മളിവിടെ ഭൈരവൻ തന്നെയാണ്. വേദത്തിലെ രുദ്രൻ എന്നുള്ള പ്രയോഗത്തെയാണ് തന്ത്രം ഭൈരവനായിട്ട് എടുത്തിരിക്കുന്നത്. വീരഭദ്രൻ്റെ സഹോദരി സങ്കല്പമാണല്ലോ ഭദ്രകാളി വരുന്നത്. അപ്പോൾ ഭൈരവി ആരാണ്? ഭൈരവി ഭഗവതി തന്നെയാണല്ലോ. ശിവൻ തന്നെ ആയതുകൊണ്ട് ശക്തി ഭൈരവി ദേവത എന്നാണ് ഭദ്രകാളിക്ക് പൊതുവെ പറയുന്നത്. ഭദ്രകാളി എന്നുള്ള പേരല്ല പറയുന്നത്, ശക്തി ഭൈരവി. നമ്മൾ എടുക്കുമ്പോഴും മന്ത്രോപാസനയുടെ സമയത്ത് ധ്യാന ശ്ലോകം എടുക്കുമ്പോഴും അവിടെ ശക്തി ഭൈരവി ദേവത എന്നാണ്, ഭദ്രകാളി ദേവത എന്നല്ല. ഭദ്രം കല എന്ന് പറയുന്ന കലയെ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഭദ്രകാളിയായിട്ട് കണക്കാക്കുന്നത്. അങ്ങയുടെ ഇതുവരെയുള്ള താന്ത്രിക സഭയിൽ വീരഭദ്രൻ്റെ ആരാധനയുമായി അല്ലെങ്കിൽ വീരഭദ്ര ഉപാസനയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം പറയാൻ? ഞാൻ കുറേ കാലം ജപിച്ചിട്ടുണ്ട്. വീരഭദ്രൻ ഒരുപാട് കാലം ജപിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പം ഈ 40 വയസ്സിനിടെ ആയുള്ളൂ എനിക്ക്. ഇപ്പോൾ ഈ 40 വയസ്സിനുള്ളിൽ ജപിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു എണ്ണം കൂട്ടിക്കഴിയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെല്ലാം കൂടി എണ്ണി 80 വയസ്സായാലും എത്തൂല്ല. അല്ല, അങ്ങനെയല്ല. കുറച്ച് കാലം ഞാനൊരു 3 മാസത്തെ ചെറിയ ജപങ്ങൾ, 41 ദിവസത്തെ ചെറിയ സാധനങ്ങളൊക്കെ ഒരുവിധപ്പെട്ട മന്ത്രങ്ങളുടെയൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. അത്തരത്തിൽ വീരഭദ്രനെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ മന്ത്രോപദേശം തന്ന ആൾ അദ്ദേഹത്തിന് മന്ത്രസിദ്ധിയുള്ള ആളാണ്, വീരഭദ്രന് സിദ്ധിയുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞാൽ വെച്ചാൽ വെള്ളത്തിലിറങ്ങി നിന്ന് ജപിച്ച കാലത്ത് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ധാരാളം സർപ്പങ്ങൾ വന്ന് ചുറ്റിയത്രേ. വെള്ളത്തിലിറങ്ങി നിന്ന് ജപിച്ചാണോ ഇത് സിദ്ധി? ആണ്. അദ്ദേഹം അങ്ങനെയാണ് ചെയ്തത്. എനിക്ക് അങ്ങനെയല്ലായിരുന്നു ഉപദേശം. അദ്ദേഹം ചെയ്ത രീതി അദ്ദേഹം അങ്ങനെ വെള്ളത്തിലിറങ്ങി നിന്ന് കഴുത്തറ്റം വെള്ളത്തിൽ നിന്നാണ് ജപിച്ചത്. അപ്പം അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കയ്യിലും കാലിലും ഒക്കെ സർപ്പങ്ങൾ വന്ന് ചുറ്റി. അപ്പോൾ ഈ ധ്യായേൽ ഭോഗീന്ദ്രഭൂഷം എന്ന് പറയുന്ന ആ പ്രയോഗം അവിടെ സത്യമായിട്ട് വന്നു. ശരി. പല ക്ഷേത്രങ്ങളിലും ക്ഷേത്രപാലനായിട്ടും വീരഭദ്രനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ. ക്ഷേത്രപാലകൻ വീരഭദ്രനല്ല. ക്ഷേത്രപാലകൻ്റെ സങ്കല്പമൊക്കെ വേറെയാണ്. ഉപദേവനായിട്ട് പ്രതിഷ്ഠിച്ചു. ഉപദേവതയായിട്ടും ഉണ്ട്, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഉപദേവനായിട്ടും പ്രധാന ദേവതയായിട്ടും ഒരുപാട് കുലങ്ങളിൽ അവരുടെ കുലദേവതയായിട്ടും ഒക്കെ വീരഭദ്രനെ ആരാധിക്കുന്നുണ്ട്. പിന്നെ പല സ്ഥലത്തും ഈ മദ്യം വച്ചിട്ടുള്ള പൂജകളും ഒക്കെ ഉണ്ട്. പൊതുവേ ഈ വാമാചാരം എന്ന് പറയുന്നത് പൊതുവേ ചില മൂർത്തികൾക്ക് വളരെ വേണ്ടപ്പെട്ടതായതുകൊണ്ട് അത്തരത്തിൽ ഉള്ള പദ്ധതി വീരഭദ്രനും ഉണ്ട്. അത്രേ ഉള്ളൂ, അങ്ങനെയുള്ളൂ. രണ്ടും ഉണ്ട്. രണ്ട് പദ്ധതിയും നമ്മളെ മനസ്സിൻ്റെ വലിപ്പം പോലെയാണല്ലോ. ഒരു സാധാരണ മനുഷ്യന് വീരഭദ്രോപാസന സ്വീകരിക്കാമോ? അതിന് പ്രത്യേക തരത്തിലുള്ള കണക്കുകളോ അല്ലെങ്കിൽ ചിട്ടവട്ടങ്ങളോ നിഷ്ഠകളോ വല്ലതും ഉണ്ടോ? പഞ്ചാക്ഷരിയുടെ സാധാരണ പുരസ്കരണ തീരണം. എന്നാലേ അത് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. വെറുതെ കയറി ഉപാസിക്കാൻ പറ്റില്ല. അല്ല, അത് കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, സാധാരണ പോലെ തന്നെ ചെയ്യാം. വെള്ളത്തിലിറങ്ങി നിന്നിട്ടാണ് പദ്ധതിയൊക്കെ, വീരഭദ്രൻ്റെ പദ്ധതിയൊക്കെ. അതെന്തുകൊണ്ടായിരിക്കും വെള്ളത്തിലിറങ്ങി നിൽക്കണം? മന്ത്രസിദ്ധി പെട്ടെന്ന് ഉണ്ടാവാൻ നല്ലത് വെള്ളത്തിലിറങ്ങി ജീവിക്കുകയാണ്. അതുകൊണ്ടാണ്. നേരത്തെ അത് ഈ താപത്തിൻ്റെ കാര്യം താപം വിഷയമാണ്. ദേഹത്ത് ചൂട് വർദ്ധിക്കും. അതുകൂടെ ഒരു പ്രശ്നമാണ്. വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ടാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ. ശരീരം എന്ന് പറയുന്ന സാധനം ഇതെല്ലാം താങ്ങിക്കോണം നിർബന്ധമൊന്നുമില്ല. ചൂടൊക്കെ കൂടിക്കഴിഞ്ഞാൽ അറിയാലോ, ദേഹത്ത് ചൂട് വർദ്ധിച്ചാൽ പൈൽസ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായി വരും. കുടലുകൾക്കൊക്കെ പ്രശ്നം വരും, വ്രണം ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള പെപ്റ്റിക് അൾസർ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അസിഡിറ്റിയൊക്കെ വർദ്ധിക്കും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ സാധന കാലയളവിൽ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ജീവിക്കാനാണ് ഉപദേശം. പൂർണ്ണമായും വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ജപിച്ച് തീർക്കാനാണ് പറഞ്ഞിരുന്നത്. എന്നോട് അങ്ങനെയല്ല പറഞ്ഞത്. എൻ്റെ പദ്ധതി വേറെ 1-2 വഴികളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് മന്ത്രസിദ്ധിക്കൊന്നും വേണ്ടിയിട്ടുള്ള ശ്രമമല്ലായിരുന്നു. എനിക്കൊരു കാലയളവ് ഒരു 40 ദിവസത്തേക്ക് അദ്ദേഹത്തെ ഭജിക്കേണ്ട ഒരു കാലം വന്നപ്പോൾ നമ്മൾ വ്യവസ്ഥയായിട്ട് പോയി ഉപദേശമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വന്ന് ഇരുന്ന് ചെയ്തു. എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു, അത് നടന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നിത്യപദ്ധതിയിലേക്ക് തിരികെ വന്നു. ക്ഷിപ്രപ്രസാദിയായ ഭഗവാനാണ്. അതുകൊണ്ടാണ് ഈ ധ്യാനമെല്ലാം ഓർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് മറന്നു പോകും. നമ്മളിപ്പോൾ എല്ലാവരുടെയും ധ്യാനമൊന്നും ഓർത്തിരിക്കുന്നില്ല. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വരാഹിയും ഈ ഇദ്ദേഹമൊക്കെ നമ്മൾ ഇടയ്ക്കെങ്കിലും നമ്മൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് പോകുന്നുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരാറുണ്ട്. വീരഭദ്രനെ കൊണ്ട് പരിഹാരം കാണേണ്ടതായിട്ടുള്ള ആളുകൾ അങ്ങനെ സമീപിക്കാറുണ്ടോ? സാധാരണ ഇതിൽ വരാറുണ്ടോ? വീരഭദ്രഹോമം ഒക്കെ പറഞ്ഞ് എഴുതാറുണ്ട്. ചില ചാർത്തുകളിലൊക്കെ വീരഭദ്രഹോമം ഒക്കെ എഴുതാറുണ്ട്. അഘോരഹോമം തന്നെ മതി അതിന്. എന്തിനാണ് ഇങ്ങനെ എഴുതുന്നതെന്നൊക്കെ ചില ജ്യോത്സ്യന്മാരുടെ ചില രീതികളാണ് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കി എഴുതുക. വരാറുണ്ട്, വന്നിട്ടൊക്കെ ഉണ്ട്.
ഇത് കോമൺ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതലും വടക്കോട്ട് പോകുമ്പോഴാണ് ഇതൊക്കെ കൂടുതൽ കാണുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഈ വൈരജാതൻ ക്ഷേത്രം, കണ്ണൂർ, കാസർഗോഡ്, കണ്ണൂർ മുതൽ കോഴിക്കോട് മുതൽ അപ്പുറത്തേക്കുണ്ട് വീരഭദ്രനുണ്ട്. കൊല്ലം ജില്ലയിൽ 2 പ്രസിദ്ധമായ വീരഭദ്ര ക്ഷേത്രങ്ങളുണ്ട്. അഷ്ടമുടിയുടെ തീരത്ത് വീരഭദ്ര ക്ഷേത്രം, അപ്പുറം ഇപ്പുറം ഭദ്രകാളിയും വീരഭദ്രനും ഇരിക്കുന്നത്. പിന്നെ മീയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീരഭദ്ര ക്ഷേത്രമുണ്ട്. അതായത് ഇതാണ് ഈ അടുത്ത പ്രദേശത്ത് കണ്ടിട്ടുള്ളത്. പിന്നെ കായംകുളത്തിനടുത്തുള്ള ചേപ്പാടുള്ള ഒരു ക്ഷേത്രമുണ്ട്. അവിടെ വീരഭദ്രൻ ഉപദേവതയായിട്ടുണ്ട്. വീരഭദ്രൻ ഒരുപാട് സ്ഥലത്തുണ്ട്. മറ്റേ ഈവൻ ആലപ്പുഴ ജില്ലയിലുള്ള അമ്പലങ്ങളിൽ, കുട്ടനാട് ഭാഗത്തുള്ള അമ്പലങ്ങളിലൊക്കെ. കാഞ്ഞൂർ ദുർഗാക്ഷേത്രം, അവിടുത്തെ വീരഭദ്ര ഉപദേവതാ പ്രതിഷ്ഠ വളരെ ഫേമസ് ആണ്. ദക്ഷിണ കേരളത്തിലേക്ക് വരുമ്പോൾ പല കളരികളിലും വീരഭദ്രനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതായിട്ട് കാണാം. വീരഭദ്രൻ്റെ കളരിയിൽ എന്താണ് സ്ഥാനം പ്രത്യേകിച്ച്? വീരഭദ്രനും ഭദ്രകാളിക്കും കളരിയിലും മിക്കവാറും കളരികളിലൊക്കെ തന്നെ സ്ഥാനമുണ്ട്. ശാസ്താവ്, പിന്നെ കളൂരിക. കളൂരികയാണ് പ്രധാന കളരി ദേവത എന്ന് പറയുന്നത്. കളൂരിക, ശാസ്താവ്, വീരഭദ്രൻ, ഈ മൂർത്തികൾ പൊതുവെ കോമണാണ്, കളരികളിൽ മിക്കവാറും ഉണ്ടാവും. ഇതെല്ലാം യുദ്ധദേവതകളാണ്. അതുകൊണ്ടാണ് കളരിയിൽ അത് വരാൻ സ്ഥാനം. നേരത്തെ പറഞ്ഞ സപ്തമാതക്കളുടെ ആശാനായിരുന്നു, കളരി പഠിപ്പിച്ചു. അത് ഗുരുസങ്കല്പമാണ്. അത് ഇതൊക്കെ നമുക്ക് മനസ്സിലായി തരാൻ വേണ്ടിയിട്ടേ അവർ ഈ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുമ്പം നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടും എളുപ്പത്തിനും വേണ്ടി പറഞ്ഞു തരുന്ന ഇങ്ങനെ സാങ്കത്യങ്ങളാണ്. അതേപോലെ സ്റ്റോറിയാണോ, അതിന് പ്രമാണം എവിടെയെന്ന് ചോദിച്ചാൽ അതിന് പ്രമാണമൊന്നും ഉണ്ടായിട്ടല്ല, അവരത് പറഞ്ഞു തരാണ്. ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഗുരുവായിട്ട് അവരെ കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ് മാതൃകല്ലുകളിൽ ആദ്യം വീരഭദ്രന് തൂങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് പറഞ്ഞു തരുന്നതാണ്. ആ പെണ്ണുങ്ങൾ 7 പെണ്ണുങ്ങൾ പോകുമ്പോൾ അതിൻ്റെ അവരെ അടവും തൊഴിലും പഠിപ്പിച്ച ആശാന അവിടെ. എന്തായാലും ഈ പ്രകൃതിക്ക് വിനാശമുണ്ടാകുമ്പോൾ വീരഭദ്രരുദ്രൻ, ഭദ്രകാളി, ഇങ്ങനെ 2 സങ്കല്പങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്ന ആ ഒരു ആശയം, അത് ഒരു വളരെ നല്ല പ്രത്യേക തരത്തിലുള്ളൊരു ആശയമായിരുന്നു. അത് NDയുടെ പ്രേക്ഷകർക്ക് വേണ്ടി വീരഭദ്ര ദേവനെക്കുറിച്ച് ഇത്രയും നേരം വിശദീകരിച്ചതിന് അങ്ങേക്ക് നന്ദി.